വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് യു എന്ന ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ തവണത്തെ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് റാങ്കിന് ഇംഗ്ലീഷിന് എത്ര സ്കോർ കിട്ടി എന്ന് ചെക്ക് ചെയ്യുകയാണ് സായി. അവൻ പാസ്സായി എന്ന് കണ്ടപ്പോൾ അവൾ ശരിക്കും സന്തോഷിക്കുന്നു. അവിടെ തന്നെ കുറച്ച് അപ്പുറത്തായി ഉണ്ടായിരുന്ന അവന്റെ അടുത്തേക്ക് കൂടി ചെന്നിട്ട്, നിനക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 20 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, 2 ആഴ്ച കൊണ്ട് ഇത്രയും പ്രോഗ്രസ് നേടണമെങ്കിൽ നീ മിടുക്കൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അവനെ അഭിനന്ദിക്കുന്നു. അവൻ പക്ഷേ പ്രത്യേകിച്ച് ആ സന്തോഷമൊന്നും ഇല്ലാത്തതുപോലെ നിൽക്കുകയാണ്. നിനക്കെന്തിനെ കേട്ടിട്ട് സന്തോഷമില്ലല്ലോ എന്നവൾ ചോദിച്ചപ്പോൾ, പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിരുന്നു, ഇത്രയും കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നവൻ പറയുന്നു. അവളുടെ മാർക്സ് സ്കോർ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ. അവൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നവൻ കാണിച്ചു കൊടുക്കുന്നു. അവൾ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. മാത്സിന് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നതെന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നു. അതിൻ്റെ സന്തോഷത്തോടെ വൈകിട്ട് അവൻ്റെ ഗിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. പക്ഷേ വൈകിട്ട് അവൾക്ക് ഓഫീസിൽ എന്തൊക്കെ ജോലികൾ ബാക്കിയുണ്ടായിരുന്നതിനാൽ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അവൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതേ ഉള്ളൂ, നീ ബസ്സിൽ കയറിയെന്ന് ചോദിച്ചവൾ മെസ്സേജ് അയക്കുന്നു. ആ സമയത്ത് ബസ് വന്നെങ്കിലും അവൻ കയറാതെ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ അവളും എത്തുന്നുണ്ട്. ബസ് ലേറ്റായതായിരിക്കുമെന്നാണ് അവൾ വിചാരിച്ചത്. അവൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് അവൾ അറിഞ്ഞില്ല. അവന് ഗിഫ്റ്റായി അവൾ ഒരു പാവ കൊണ്ടുവന്നിരുന്നു. ഇതിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല, മറ്റെന്താ ഫംഗ്ഷൻ കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്, വീട്ടിൽ ചെന്നിട്ട് ചെക്ക് ചെയ്താൽ മതി എന്നൊക്കെ ഒന്നും അറിയാത്തതുപോലെ അവൾ പറയുന്നു. അത് സംസാരിക്കുമോ എന്നവൻ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നിൽക്കുന്നു. അത് കള്ളമാണെന്ന് അവന് അവളുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലാകുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവൻ്റെ വയറ്റിൽ തൊട്ടപ്പോൾ തന്നെ അവൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന് കേൾക്കുന്നു. ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങിയതിന് കൺഗ്രാറ്റ്സ്, ഇനി ഞാൻ തന്നെ നിന്നെ പഠിപ്പിക്കാൻ അനുവദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് അവൾ അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്. അവൻ ചിരിച്ചുകൊണ്ടത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സിൽ സ്പോർട്സ് മീറ്റിൻ്റെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നു. ഓരോരുത്തരും ഏത് ഐറ്റത്തിനാണ് പങ്കെടുക്കുന്നതെന്ന് ലീഡറുടെ കയ്യിൽ പേര് നിൽക്കണം. എല്ലാ ഐറ്റത്തിനും ക്ലാസ്സിൽ നിന്ന് 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അവരുടെ ക്ലാസ് ലീഡർ സായിയുടെ ഒക്കെ നല്ല ഫ്രണ്ടാണ്. സ്പോർട്സിന് കുട്ടികളെ രജിസ്റ്റർ ചെയ്യിക്കുന്നത് ലീഡറിൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ സായിയും ജിയും ഒക്കെ 100 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുന്നു. റാങ്കിൻ്റെ ക്ലാസ്സിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ടീച്ചർ എല്ലാ ഐറ്റംസിൻ്റെയും പേരെഴുതിയ ഒരു ബോക്സിൽ ഇട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഓരോ കുട്ടികളും നറുക്കെടുക്കുന്ന പോലെ ഓരോ കുറി എടുക്കും. ഏതാണ് കിട്ടുന്നത് അതിൽ അവർ പങ്കെടുക്കണം. ഖുറാന് കിട്ടിയത് ഷോർട്ട് പുട്ടാണ്. അവനതിൽ താല്പര്യമില്ലാത്തതിനാൽ ഈ രീതി തെറ്റല്ലേ? ഓരോരുത്തരും അവരവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലല്ലേ മത്സരിക്കേണ്ടതെന്ന് അവൻ ടീച്ചറോട് ചോദിക്കുന്നു. എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു രീതി ചൂസ് ചെയ്യുന്നത്. പക്ഷേ താല്പര്യമുള്ളവർക്ക് പരസ്പരം അവരുടെ ഐറ്റംസ് മാറ്റിയെടുക്കുന്നതിന് കുഴപ്പമില്ല. ആർക്കെങ്കിലും ഷോർട്ട് പുട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് ടീച്ചർ പറയുന്നു. എക്സ്ചേഞ്ച് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഫെങ് ചാടി നിൽക്കുന്നു. അവന് കിട്ടിയത് 2000 മീറ്റർ ഓട്ടമാണെന്ന് കണ്ടപ്പോൾ എനിക്ക് ഷോർട്ട് പുട്ട് മതി എന്ന് പറഞ്ഞ് ഖുറാൻ തിരികെ ഇരിക്കുന്നു. റാങ്ക് ഏതൈറ്റത്തിനാണ് മത്സരിക്കുന്നതെന്ന് സായി അന്ന് രാത്രി മെസ്സേജ് ചോദിക്കുന്നു. 100 മീറ്റർ ഓട്ടത്തിനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ 1000 മീറ്റർ ഓട്ടത്തിനാണ്, ഇത്തവണ ഞാൻ നിന്നെ കടത്തി വെട്ടിയെന്നൊക്കെ അവൾ സന്തോഷത്തോടെ റിപ്ലൈ നൽകുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ അവൾ എഴുന്നേറ്റപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനായി അച്ഛൻ അവളെ പറഞ്ഞയക്കുന്നു. നമ്മളെപ്പോലെ എല്ലാ ദിവസവും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന ശീലമൊന്നും അവർക്കില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് 9 മണിക്ക് ഓഫീസിൽ പോകേണ്ടതാണ്, അതിനു മുമ്പ് തിരിച്ചു വരണമെന്ന് പറഞ്ഞാണ് അച്ഛൻ അവളെ പറഞ്ഞയച്ചത്. സൈക്കിളിലാണ് അവൾ പോയത്. പോകുന്ന വഴിക്ക് അടുത്തുള്ള ഗ്രൗണ്ടിൽ റാങ് അവൻ്റെ നായമായി ഇരിക്കുന്നത് കണ്ട് അവൾ അവനെ വിളിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ്റെ നായ അവളെ കണ്ട് കുറച്ച് അടുത്തേക്ക് ഓടി ചെല്ലുന്നതിനല്ല അവൾ പേടിച്ച് സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീഴുന്നു. റാങ് വേഗം ഓടി അവളുടെ അടുത്തെത്തുന്നുണ്ട്. അവളുടെ കാലിന് കുറച്ച് നന്നായി പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് നായ അവിടെ സെക്യൂരിറ്റി ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് അവളുടെ സൈക്കിളിൽ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. സൈക്കിളിൽ ഇരിക്കുമ്പോൾ അവൻ്റെ നായയുടെ പേരെന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സുസു എന്നാണ് അറിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ വിളിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു നായയെ വാങ്ങിയിട്ടതിന് റാങ് എന്ന് പേരിടാം, അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേപോലെ ആകുമെന്നൊക്കെ അവൾ തമാശയായി പറയുന്നു. ഹോസ്പിറ്റലിൽ എത്തി ചെക്ക് ചെയ്തപ്പോൾ പുറത്തെ മുറിവ് മാത്രമേ ഉള്ളൂ എങ്കിലും എല്ലിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടോ എന്നറിയാൻ സ്കാൻ ചെയ്യാൻ ഡോക്ടറും നിർദ്ദേശിക്കുന്നു. റിസൾട്ട് വരുന്നവരെ കാലധികം മനക്കണ്ടെന്ന് ഡോക്ടർ കൂടെ ഉണ്ടായിരുന്ന അവനോട് പറഞ്ഞപ്പോൾ അവൾ നടന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി അവളെ പുറത്തെടുക്കാൻ ആയി അവൻ അവിടെ കുനിഞ്ഞിരിക്കുന്നു. അതിന്റെ ആവശ്യമില്ല, അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ നടന്നു തന്നെയാണ് പോയത്. സ്കാനിങ്ങിന്റെ റിസൾട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അവൾ സൈക്കിളിൽ അവിടെ പോവുകയായിരുന്നു എന്ന് അവൻ ചോദിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഇപ്പോഴും എനിക്ക് ചെറുതായി വിശക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ പോകാൻ തുടങ്ങിയെങ്കിലും തനിച്ചാക്കി പോകണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ അവിടെ പിടിച്ചിരുന്നു. ഇപ്പോൾ വിശക്കുന്നില്ല എന്നും പറയുന്നു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഖുറാന്റെ അച്ഛൻ അതുവഴി വന്നത്. അവനെ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അടുത്തേക്ക് ചെന്ന് വിവരം തിരക്കുന്നു. റാങ് അവരെ തമ്മിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവൻ വളരെ സൗമ്യമായ സ്വഭാവമുള്ള കൂട്ടത്തിലാണല്ലോ. ഖുറാൻ എപ്പോഴും ബഹളം വയ്ക്കുന്ന സ്വഭാവം. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ശാന്ത സ്വഭാവക്കാരിയായ അവളും ഖുറാന്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജിയ ഓടി പിടിച്ച് അവിടെ എത്തിയത്. റാങ്ക് വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് അവൾ വന്നത്. വന്നപ്പോൾ തന്നെ നിനക്കെന്താ പറ്റിയത്, സീരിയസ് ആണെന്നൊക്കെ അവൾ ബഹളം വെച്ച് ചോദിക്കുന്നു. എൻ്റെ ഫ്രണ്ടിന് എങ്ങനെയുണ്ടെന്ന് ഡോക്ടറോട് ചോദിക്കുന്നു. ഇത് ഖുറാന്റെ അച്ഛനാണെന്ന് സായി പരിചയപ്പെടുത്തിയപ്പോൾ ഹലോ അച്ഛ എന്ന് പറഞ്ഞാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ ബോധം വന്നതുപോലെ അങ്കിൾ എന്ന് മാറ്റി വിളിക്കുന്നുണ്ട്. മൊത്തത്തിൽ അവളുടെ ക്യാരക്ടറെല്ലാം കൂടി കണ്ടപ്പോൾ അവളുടെ സ്വഭാവം ഖുറാൻ്റേതുപോലെ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. റിസൾട്ട് വാങ്ങാൻ സമയമായതുകൊണ്ട് ജിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് റാങ് സായിയും കൂട്ടി റിസൾട്ട് വാങ്ങാനായി പോകുന്നു. ജിയോയ്ക്ക് അങ്കിളിനോട് അങ്ങനെ സംസാരിച്ചു തുടങ്ങണം എന്ന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവളത് മാനേജ് ചെയ്യുന്നു. അവൾ പൊതുവെ മുതിർന്നവരോട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത കൂട്ടത്തിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വാങ്ങിപ്പോകാമെന്ന് സായി റാങ്ങിനോട് പറയുന്നു. അങ്ങനെ പ്രശ്നമുണ്ടാകുമെന്ന് തോന്നുന്നില്ല, ഖുറാന്റെ അച്ഛൻ അവൻ്റെ ഫ്രണ്ട്സിനോട് നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് റാങ് പറയുന്നു. അത് ശരിയായിരുന്നു. ജയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശീലമില്ല എന്ന് അവളെ കണ്ടപ്പോൾ തന്നെ ഡോക്ടറായ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതൊക്കെ അവൾക്ക് വളരെ കൺവിൻസിംഗ് ആയി തോന്നുന്നതിനാൽ ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചോളാം എന്ന് അവൾ ഉറപ്പ് കൊടുക്കുന്നു. അദ്ദേഹം അത്ര കാര്യമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ മുടി കൊഴിയാതിരിക്കുന്ന എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ആ സമയത്താണ് ഖുറാൻ അച്ഛന്
കീ നൽകാനായി അവിടെ എത്തിയത്. ജിയ അച്ഛനൊപ്പം ഇരുന്ന് സംസാരിക്കുന്നത് കണ്ട് അവൻ ശ്രദ്ധിക്കുന്നു. ഇത്ര ചെറുപ്പത്തിലെ മുടി കൊഴിയുന്നത് വളരെ കഷ്ടമാണ്, പക്ഷെ നിരാശയാക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 17 വയസ്സല്ലേ ആയുള്ളൂ എന്നൊക്കെ അദ്ദേഹം അവളെ സമാധാനിപ്പിക്കാനായി പറയുന്നു. അവരുടെ സംസാരം ശ്രദ്ധിച്ചപ്പോൾ അവൾക്കേതോ മഹാരോഗം ബാധിച്ചിരിക്കുകയാണെന്ന് ഖുറാൻ തെറ്റിദ്ധരിക്കുന്നു. ഇതിനെക്കുറിച്ച് വേറെ ആരോട് പറയരുതെന്ന് കൂടി അവൾ പറയുന്നത് കേട്ടപ്പോൾ സംഭവം അതുതന്നെയാണെന്ന് അവൻ ഉറപ്പിക്കുന്നു. പിന്നെ ഹീറോയെ പോലെ മുന്നോട്ട് ചെന്ന് അവനൊരു പെർഫോമൻസ് തന്നെ നടത്തുന്നു. അവനെ കണ്ട അച്ഛൻ എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അവൻ വളരെ സീരിയസ് ആയി അവളെ തന്നെ കുറച്ച് സമയം നോക്കി നിന്നിട്ട് കുറേ ഏറ്റുപറച്ചിൽ നടത്തുന്നുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നെ കുറേ വേദനിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച നിന്റെ സ്നാക്സ് മോഷിച്ചത് ഞാനായിരുന്നു. അതേപോലെ നിന്റെ ഗ്ലാസ് പൊട്ടിച്ചത് ഞാനാണ്. PT ക്ലാസ്സിൽ ബാസ്കറ്റ്ബോൾ കൊണ്ട് നിന്റെ തലയ്ക്ക് എറിഞ്ഞത് ഞാനാണ്. എല്ലാത്തിനും സോറി എന്നൊക്കെ അവൻ പറയുന്നു. അത് ശരി, അപ്പോൾ നീ ആയിരുന്നു അതിലെ ഒപ്പിച്ചതല്ലേ എന്ന് ചോദിച്ച് അവൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അവൻ പക്ഷേ അപ്പോഴും ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നൊക്കെ വളരെ സീരിയസ് ആയി പറയുകയാണ്. മറ്റുള്ളവരുടെ സംസാരം ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൾ അവനെ കുറ്റപ്പെടുത്തുന്നു. കേട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എൻ്റെ അടുത്ത് നിന്ന് ഒളിക്കാനായിരുന്നോ നീ ഉദ്ദേശിച്ചതെന്നൊക്കെ അവൻ സീരിയസ് ആയി പറയുന്നത് കേട്ട് അച്ഛൻ പോലും അന്തം വിട്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. എനിക്ക് അസുഖമൊന്നുമില്ല, ഞാൻ സായിക്ക് സുഖമില്ല എന്നറിഞ്ഞ് വന്നതാണ് എന്നവൾ പറയുന്നു. അപ്പോഴും വിശ്വാസം വരാത്തതുപോലെ വെറുതെ അവളുടെ പേരിൽ എക്സ്ക്യൂസ് പറയേണ്ടെന്ന് അവൻ പറയുന്നു. അപ്പോഴേക്കും റാങ് സായും കൂടി തിരിച്ചെത്തുന്നു. അപ്പോഴാണ് അവന് കുറച്ചെങ്കിലും വിശ്വാസമായത്. അപ്പോൾ പിന്നെ നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് അവൻ അച്ഛനോട് ചോദിക്കുന്നു. നീ എന്താണ് ആവശ്യമില്ലാത്തൊക്കെ അറിയുന്നത് എന്നവൾ ചോദിച്ചിട്ടും അവൻ പിന്നെയും ഓരോ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവൾ അവൻ്റെ വാ പൊത്തി പിടിച്ചിട്ട് അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. കീ തന്നിട്ട് പോകാൻ അച്ഛൻ പറഞ്ഞപ്പോഴാണ് അവൾ പിടിവിട്ടത്. കീ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് താൻ പറഞ്ഞതിനെക്കുറിച്ച് അവനോട് പറയരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചിട്ട് അവനെയും പിടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടുന്നു. അവളുടെ ക്യാരക്ടർ അദ്ദേഹത്തിന് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. റാങ്ങും സായിയും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു പോകുന്നു. ജിയ ഖുറാനൊപ്പം പുറത്ത് വെയിറ്റ് ചെയ്തുണ്ടായിരുന്നു. അവൾ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ റാങ്ങിനൊപ്പം പോയിക്കോളാമെന്ന് പറഞ്ഞ് സായി അവളെ പറഞ്ഞയക്കുന്നു. ഖുറാൻ എപ്പോഴും വളരെ സീരിയസ് ആയി അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് മുടി കൊഴിഞ്ഞതിന് ഇത്ര പ്രശ്നമാക്കണോ എന്ന് പുറത്തുകൊണ്ട് അവൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൾക്കിടെ ഈ പ്രശ്നം വല്ലതുമുണ്ടോ എന്ന് ഖുറാൻ സായിയോട് ചോദിക്കുന്നു. ഒന്നും ഉള്ളതായി അറിയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. മുടിയുടെ കാര്യം പറഞ്ഞാൽ അവൻ കളിയാക്കും എന്ന് കരുതിയാണ് ജിയെ അത്ര സീക്രട്ടാക്കി വെച്ചിരിക്കുന്നത്. അവളുടെ പുറകെ അവനും ബസ്സിൽ കയറി അവളുടെ അടുത്ത സീറ്റിൽ തന്നെ ചെന്നിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അവൾ മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്നതിനാൽ അത് ഷായു അല്ലേ എന്ന് ചോദിച്ച് അവൻ നമ്പർ എടുക്കുന്നു. ഷായുവിൻ്റെ പേര് കേട്ടതും എവിടെയെന്ന് ചോദിച്ച് അവൾ ചാടി എഴുന്നേൽക്കുന്നു. അവൻ പറ്റിച്ചതാണെന്ന് മനസ്സിലായപ്പോൾ അവൾ തിരിച്ചിരിക്കുന്നു. നിനക്ക് ശരിക്കും അസുഖമൊന്നുമില്ല എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സായിക്ക് സുഖമില്ല എന്നറിഞ്ഞ് വന്നതാണെന്ന് എന്നോട് പറഞ്ഞതല്ല എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അസുഖമില്ലെങ്കിൽ കുഴപ്പമില്ല, വേറൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നവൻ പറയുന്നു. രാത്രി വീട്ടിലെത്തി കഴിയുമ്പോൾ നീ അച്ഛനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്നവൾ സംശയിച്ചപ്പോൾ അവർ വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ഉറക്കമായിരിക്കും. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവർ പോവുകയും ചെയ്യും. ഞങ്ങൾ തമ്മിൽ കാണാറ് പോലുമില്ല. പിന്നെ അല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ നീ എപ്പോഴും വീട്ടിൽ തനിച്ചാണോ എന്നവൾ ചോദിക്കുന്നുണ്ട്. തനിച്ചാണ്, ആരും എന്നെ നിയന്ത്രിക്കാൻ വരാറില്ല. നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ എന്ന് അവൻ തമാശയായി ചോദിക്കുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് സ്പോർട്സ് ഡേയിൽ മത്സരിക്കാതിരിക്കാൻ വേണ്ടി സുഖമില്ലെന്ന് അച്ഛനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വല്ലതുമാണോ അവൾ ശ്രമിച്ചതെന്ന് അവന് സംശയം തോന്നിയത്. എനിക്കങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1000 മീറ്ററൊക്കെ എനിക്ക് നിസ്സാരമാണ്. നിനക്ക് വിശ്വാസം പറ്റുന്നില്ലെങ്കിൽ നേരിട്ട് കണ്ടോളാമെന്നൊക്കെ അവൾ പറയുന്നു. റാങ് സായിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായി ചെല്ലുന്നു. ലിഫ്റ്റിനടുത്തെത്തിയപ്പോൾ അവനോട് തിരിച്ചു പോയിക്കളാൻ അവൾ പറയുന്നു. സുസുവിനെ സെക്യൂരിറ്റി റൂമിൽ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, ഒരുപാട് സമയമായില്ലേ. 3rd ഫ്ലോറിൽ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്നതാണ് എൻ്റെ വീട്, ഞാൻ തനിച്ചു പോയിക്കൊള്ളാമെന്ന് അവൾ പറയുന്നു. അവൾ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നതാണ്. അവൻ ശരിക്കും തിരിച്ചു പോകുമെന്ന് അവൾ കരുതിയിരുന്നില്ല. എങ്കിൽ നീ തന്നെ പോയിക്കോളാൻ പറഞ്ഞ് അവളെ ലിഫ്റ്റിലേക്ക് കയറ്റിയിട്ട് അവൻ തിരികെ പോയപ്പോൾ അവൾ കുറച്ച് നിരാശയാകുന്നു. വീട്ടിലെത്തി ജെല്ലെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വാതിക്കൽ മുട്ടിയത്. ചെന്ന് നോക്കിയപ്പോൾ അവനെ കണ്ട് അവൾ ശരിക്കും അത്ഭുതപ്പെടുന്നു. അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് അവൻ. അത് നൽകിയിട്ട് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ബാക്കിയുണ്ടായിരുന്ന ജെല്ലി അവന് സമ്മാനിക്കുന്നു. ഞാൻ മൂഡ് ഓഫ് ആകുമ്പോൾ ഇത് കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് നല്ല എനർജി ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാണ് അവൾ അത് കൊടുത്തത്. ഇപ്പോൾ മൂഡ് ഓഫ് ആക്കാൻ എന്താണ് കാരണമെന്ന് അവൻ ചോദിച്ചപ്പോൾ നീ എൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. അവൾക്ക് പരിക്ക് പറ്റിയത് സുസു കാരണമായതുകൊണ്ട് അവളുടെ കാല് ശരിയാകുന്നവരെ അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യാനുള്ള ഡ്യൂട്ടി അവൻ ഏറ്റെടുക്കുന്നു. അവൾ സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. അവളെ മറിച്ചിട്ടതിന് പണിഷ്മെൻ്റായി അന്ന് സുസുവിന് അവൻ സ്നാക്സ് ഒന്നും നൽകുന്നില്ല. അടുത്ത ദിവസം രാവിലെ സായിയുടെ വീടിനടുത്ത് അവൾ സൈക്കിളുമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സൈക്കിളിലാണ് അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. സ്കൂളിലെത്തിയപ്പോഴും അവളുടെ ക്ലാസ്സിൽ വരെ കൊണ്ടുവിടുന്നുണ്ട്. അവൻ അവളുടെ കാര്യത്തിൽ ഇത്ര കെയർ ചെയ്യുന്നത് കൊണ്ട് അവൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ വിവരം അന്വേഷിക്കുന്നു. ജിയാണ് എല്ലാവരോടും വിവരം പറഞ്ഞത്. കാലിന് സുഖമില്ലാതെ ആയതുകൊണ്ട് അവൾക്ക് സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നായിരുന്നു ലീഡറിന്റെ വിഷമം. മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും ഫോട്ടോസ് എടുക്കുന്നതിന് പ്രശ്നമില്ല, ആ ജോലി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞവൾ അത് ഏറ്റെടുക്കുന്നു. ലഞ്ച് ടൈമിൽ അവൾക്ക് കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് റാങ് നേരത്തെ തന്നെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നു. അവൻ തന്നെ ഇത് വാങ്ങി കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സായി ക്യാമറ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവൻ ചെന്നത്. അവൻ്റെ ഒപ്പം നിന്ന് തന്നെ അവൾ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ കാലിൽ പരിക്ക് പറ്റിയത് അവൾ ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. പരിക്കൊക്കെ ഭേദമായിട്ടും ആ വിവരം അവനോട് പറയാതെ സുഖമില്ല എന്ന രീതിയിൽ തന്നെ അവൾ നടക്കുന്നു. വൈകിട്ട് സ്കൂൾ വിട്ടപ്പോൾ അവൾ റാങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് ഓടുന്നത് കണ്ട് ഇവളുടെ കാല് ശരിയായോ എന്ന് ജിയെ പോലും അത്ഭുതപ്പെടുന്നു. റാങ്ങിൻ്റെ ക്ലാസ്സിന് മുന്നിൽ വരെ ഓടിയാണ് പോയതെങ്കിലും അവിടെ ചെന്നപ്പോൾ നടക്കാൻ വയ്യാത്ത പോലെ അവൾ അഭിനയിക്കുന്നു. അന്ന് അവൾ അവൻ്റെ സൈക്കിളിൻ്റെ പുറകിലിരുന്ന് വീട്ടിലേക്ക് പോകുന്നത് അതുവഴി വന്ന് അവളുടെ അച്ഛൻ കാണാനിടയാകുന്നു. പക്ഷേ മുഖം കാണാത്തതിനാൽ അവളാണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. അന്ന് സായി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ അമ്മയോടും അവളോടുമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഭയങ്കര തന്നിടമാണ്, ഒരു മടിയുമില്ലാതെയല്ലേ ബോയ്സിൻ്റെ കൂടെ സൈക്കിളിൽ കയറി പോകുന്നത്. പിന്നെ ഞാൻ ഇവരുടെ സ്കൂളിനടുത്ത് കൂടിയാണ് വന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ സൈക്കിളിന് പുറകിൽ കയറി വരുന്നത് കണ്ടിരുന്നു എന്നൊക്കെ അദ്ദേഹം കുറ്റപ്പെടുന്ന പോലെ പറയുന്നു. ഒരുമിച്ച് വന്നു എന്ന് കരുതി എന്താണ് പ്രശ്നം, ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ കാലിൽ എന്തെങ്കിലും സുഖമില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവൾ അതിനെ ചോദ്യം ചെയ്യുന്നു. അടുത്ത ദിവസമാണ് സ്പോർട്സ് ഡേ. ജിയയ്ക്ക് അന്ന് എന്തൊക്കെയോ ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നിനാൽ
അവളും ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. എൻ്റെ കാല് പൂർണ്ണമായും ശരിയായിരുന്നെങ്കിൽ ഒരാൾക്കെങ്കിലും പങ്കെടുക്കാമായിരുന്നു എന്ന് സായി പറഞ്ഞപ്പോൾ നിനക്കിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. മുമ്പത്തെ സ്പോർട്സ് ഡേയിലെ റിപ്പോർട്ടൊന്നും നീ കണ്ടിട്ടില്ലേ? നിനക്ക് ഞാൻ ചില തമാശ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജിയ അവളെ വിളിച്ചുകൊണ്ടുപോയി മത്സരം നടക്കുന്ന ഭാഗത്ത് നിൽക്കുന്നു. മത്സര സമയത്തുള്ള ഓരോരുത്തരുടെയും മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് സായിക്കും തോന്നുന്നു. അതേപോലെ ഓട്ടത്തിനിടയിലെ വീഴ്ചകളും മറ്റ് അബദ്ധങ്ങളും ഒക്കെ മാറി നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മത്സരങ്ങളിൽ ഒന്നും പങ്കെടുക്കാതിരുന്നത് തന്നെയാണ് നല്ലതെന്ന് രണ്ടുപേർക്കും മനസ്സിലാക്കുന്നു. സ്പോർട്സ് മീറ്റ് ഇത്രയ്ക്ക് ദുരന്തമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് സായി പറയുന്നുമുണ്ട്. ടീച്ചർമാരുടെ ഓട്ട മത്സരം നടക്കുന്ന അറിഞ്ഞ് അവൾ അത് കാണാനായി പോകുന്നു. പ്രിൻസിപ്പലും വേറെ കുറേ ആൻസർമാരും കൂടിയാണ് മത്സരം. അവരുടെ ക്ലാസ് ടീച്ചറും കൂട്ടത്തിലുണ്ട്. പ്രിൻസിപ്പൽ വാമപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് വലിയ ഷോ കാണിക്കുകയാണ്. സംഭവം ഭയങ്കര ബോറാണെങ്കിലും പ്രിൻസിപ്പൽ ആയതുകൊണ്ട് കളിയാക്കാൻ പറ്റില്ലല്ലോ. ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂടെയുള്ളവരൊക്കെ അദ്ദേഹത്തെ സൂചിപ്പിക്കുകയാണ്. മത്സരം തുടങ്ങി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ മുന്നിൽ കയറാനായിട്ട് തയ്യാറാകുന്നില്ല. കുറച്ച് ഓടിയപ്പോൾ തന്നെ കിതച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നു. പുറകെ ചെന്നവരൊക്കെ അതിനേക്കാൾ വയ്യാത്ത പോലെ ക്ഷീണം അനുഭവിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിന്നും ഓടിയും അവസാനം അദ്ദേഹം തന്നെയാണ് ഒന്നാമതെത്തിയത്. നിങ്ങൾക്കൊക്കെ ട്രെയിനിങ്ങിൻ്റെ കുറവാണെന്ന് അദ്ദേഹം ഗമയിൽ പറഞ്ഞപ്പോൾ സത്യമാണ്, സാറിൻ്റെ അത്ര സ്റ്റാമിന ഞങ്ങൾക്കില്ല എന്ന് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞ് സൂചിപ്പിക്കുന്നുണ്ട്. റാങ്കിൻ്റെ അങ്കിളിന് മാത്രം ഇതൊന്നും മാത്രം ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് കൂടെ നിൽക്കുകയാണ്. സായിയൊക്കെ അത് കണ്ടു കഴിഞ്ഞ് വടവലി മത്സരം കാണാൻ പോകുന്നു. അതിൻ്റെ ഒരു സൈഡിൽ ക്യാപ്റ്റനായി നിൽക്കുന്ന അവരുടെ ക്ലാസ് ലീഡറാണ്. അവനെ സുന്ദരൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വിളിച്ച് അവന് വേണ്ടി അവർ ഉറക്കെ ചീറപ്പ് ചെയ്യുന്ന സമയത്താണ് റാങ്ക് അതുവഴി വന്നത്. സായി വേറെ തന്നെ സുന്ദരൻ എന്ന് വിളിച്ച് ഉറക്കെ ചീറപ്പ് ചെയ്യുന്നത് കണ്ട് അവൻ ശ്രദ്ധിക്കുന്നു. ഇടയ്ക്ക് അവളും അവനെ കാണുന്നു. അവൻ്റെ നോട്ടം കണ്ടതോടെ അവൾ പതുക്കെ വിളിയൊക്കെ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് 100 മീറ്റർ ഓട്ടത്തിലുള്ളവർ ചെല്ലാൻ അനൗൺസ് ചെയ്തത്. റാങ്ക് അങ്ങോട്ടേക്ക് പോയപ്പോൾ സായി പുറകെ ചെല്ലുന്നു. നിനക്ക് വേണ്ടി ഞാൻ ചീറപ്പ് ചെയ്യാൻ നിൽക്കാം. എല്ലാവരും കൂടി ബഹളം വയ്ക്കുന്നതിനിടയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ റഫറിയുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി ഞാൻ ജയ് വിളിക്കാം എന്നൊക്കെ അവൾ പറയുന്നു. അവൾ കുറച്ചു മുമ്പ് ഉറക്കെ വിളിച്ചു കൂവിയതിനെക്കുറിച്ച് അവൻ ചോദിക്കുന്നുണ്ട്. അവൻ ഞങ്ങളുടെ ക്ലാസ് ലീഡറാണ്, സുന്ദരൻ എന്ന അവൻ്റെ ഇരട്ടപ്പേരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിളിച്ചത് എന്നൊക്കെ അവൾ പറഞ്ഞപ്പോഴാണ് അവൻ്റെ പിണക്കം കുറച്ച് തീർന്നത്. നിനക്ക് അസൂയാണല്ലേ എന്നവൾ ചോദിച്ചിട്ട് അവൻ സമ്മതിച്ചു കൊടുക്കാതെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ കാര്യം സുഖപ്പെട്ടിട്ടും ആ വിവരം റാങ്ക് അറിയാതെ കള്ളത്തരം കാണിച്ച് അവൻ്റെ ഒപ്പം സൈക്കിളിൽ വീടിനടുത്തെത്തിയ ശേഷം വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ വീഡിയോ എടുത്തുകൊണ്ട് അവർ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ അവളുടെ പുറകിലെത്തുന്നു. അവളുടെ കള്ളത്തരം പൊളിയുന്നതും അവൾ ചമ്മലോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.